ഗുണ്ടകൾക്കും പിടികിട്ടാപ്പുള്ളികൾക്കും വേണ്ടിയുള്ള പോലീസിന്റെ സംസ്ഥാന വ്യാപക പരിശോധന തുടരുകയാണ്. ക്ഷമിക്കണം, കാപ്പ ചുമത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആഗ്, ലഹരി ഉപയോഗം തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നിവ ഊർജിതമാക്കാനാണ് തീരുമാനം. ഇന്നലെ മാത്രം 3 പേരാണ് തിരുവനന്തപുരം നഗരത്തിൽ അറസ്റ്റിലായത്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ഓപ്പറേഷൻ ആഗ്, ലഹരി മരുന്ന് പ്രതികൾക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഗുണ്ടാവേട്ടയായി പരിണമിക്കുന്നുണ്ടോ? അത്തരമൊരു നിർദ്ദേശം തന്നെയാണ് DGP ക്രൈം ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും അതുപോലെ SP മാർക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ റിവ്യൂ മീറ്റിംഗ് കൂടാറുണ്ട് ഈ ഗുണ്ടകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് നടക്കുന്നില്ല. അത് കൃത്യമായി ചേരാനും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നലെ നടന്ന പരിശോധനയിൽ ഏതാണ്ട് 200-ലധികം ഗുണ്ടകളെ സംസ്ഥാന വ്യാപകമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്ന് മാത്രമല്ല, അടുത്ത 10 ദിവസം തുടർച്ചയായി ഈ പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. കാരണം പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള പലരും ഈ ഗുണ്ട ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട പല ആളുകളും സ്വന്തം വീട്ടിലും നാട്ടിലും കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, ഇവർ ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിലും ക്രമസമാധാന തകരാറിലാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തുടർച്ചയായും ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. അതുകൊണ്ട് അടുത്ത 10 ദിവസം ശക്തമായിട്ടുള്ള പരിശോധന, അതിനുശേഷം അങ്ങോട്ട് സാഹചര്യങ്ങൾ നോക്കിയുള്ള പരിശോധന തുടരണം എന്ന് തന്നെയാണ് പോലീസ് തലപ്പത്ത് നിന്ന് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 3 പേരെ കസ്റ്റഡിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 200-ലധികം ആളുകളെ കസ്റ്റഡിയെടുത്തു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. സ്ഥിരീകരിച്ച കൃത്യമായ കണക്ക് അവർ നൽകുന്നുമില്ല. ഏതായാലും ഈ ലഹരിക്കടിമപ്പെട്ട് സംസ്ഥാനത്ത് പലതരത്തിലുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളവടയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ലഹരിക്കടിമപ്പെട്ടവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട്, അതുപോലെ തന്നെ ഈ പിടികിട്ടാപ്പുള്ളികൾക്ക് വേണ്ടിയുള്ള ആഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇതെല്ലാം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ഗുണ്ടാ വിളയാട്ടവും ഗുണ്ടകളുടെ തേർവാഴ്ച മൂലം സംസ്ഥാനത്തുണ്ടാകുന്ന ക്രമസമാധാന തകർച്ചയും തടയുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് ഈ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ, വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമായിട്ടും ചില ആളുകൾ കാണുന്നുണ്ട്. എത്ര കണ്ട് ഫലവത്താകും ഈ പരിശോധനകൾ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ, പരാതികളൊക്കെ വ്യാപകമാകുമ്പോൾ കാടിളക്കിയുള്ള ഒരു പരിശോധനയും നടപടിയും പോലീസ് നടത്തും. പിന്നീട് പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുന്നൊരു പരിശോധനയായി മാറുകയും ചെയ്യും. പോലീസുകാർ ഈ ഗുണ്ടകളെ ഫോണിൽ വിളിച്ച് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് മടങ്ങൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഒരു പതിവ്, അതിലേക്കൊക്കെ ഒതുങ്ങുമോ എന്നൊരു ആശങ്ക ഏതായിരുന്നാലും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ ദിവസങ്ങളിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിശദാംശങ്ങൾ നൽകിയത്.